Hello guys, welcome back to Cricket Talks with Kiran. Mumbai Indians versus Delhi Capitals. Playoff scenario നോക്കുകയാണെങ്കിൽ ഒരു വിർച്വൽ നോക്കൌട്ട് മത്സരം തന്നെയാണ് നമ്മൾ ഇന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ കാണുവാൻ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഓൾറെഡി 3 ടീമുകൾ പ്ലേ ഓഫിനായിട്ട് യോഗ്യത നേടി കഴിഞ്ഞു. ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, പഞ്ചാബ് കിങ്സ്. ഇനി പ്ലേ ഓഫിലേക്ക് ഒരു പൊസിഷൻ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനായി രംഗത്തുള്ളത് 2 ടീമുകൾ, മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും. ഇന്നത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്ന 4ാമത്തെ ടീമായി മാറും. ഡൽഹി ക്യാപിറ്റൽസ് ഒഫീഷ്യലി എലിമിനേറ്റ് ആവും. എന്നാൽ ഈ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ആണ് വിജയിക്കുന്നതെങ്കിൽ പിന്നീടുള്ള മത്സരങ്ങൾക്ക് വീണ്ടും പ്രസക്തിയുണ്ട്. ഇന്നത്തെ മത്സരത്തിന് ശേഷം ഈ 2 ടീമുകളും തങ്ങളുടെ അവസാന ലീഗ് മത്സരത്തിൽ നേരിടേണ്ടത് പഞ്ചാബ് കിങ്സിനെയാണ്. DC പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിലെ വിജയം മാത്രം പോരാ, അതിനുശേഷം പഞ്ചാബ് കിങ്സുമായി നടക്കുന്ന മത്സരവും വിജയിക്കണം. ഇനി ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിക്കുകയും പിന്നീട് പഞ്ചാബ് കിങ്സുമായി പരാജയപ്പെടുകയും ചെയ്താൽ മുംബൈ ഇന്ത്യൻസിന് അവസാന മത്സരം വിജയിച്ചാൽ മതി, അവർക്ക് കടക്കാൻ സാധിക്കും. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന് 16 പോയിന്റും ഡൽഹി ക്യാപിറ്റൽസിന് 15 പോയിന്റും ആവും. ഇങ്ങനെ പറയുമ്പോൾ കാര്യങ്ങൾ കുറച്ച് കോംപ്ലക്സ് ആയി തോന്നുന്നുണ്ടെങ്കിലും ഡൽഹിക്ക് മുന്നുള്ള വഴി സിമ്പിൾ ആണ്. ഇനിയുള്ള 2 മത്സരങ്ങളും വിജയിച്ച് 17 പോയിന്റുമായി പ്ലേ ഓഫിലേക്ക് കടക്കുക. ഇനി 2ാമത്തെ മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം പഞ്ചാബ് കിങ്സിന് അനുകൂലമാവാൻ പ്രാർത്ഥിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. നിലവിലെ ഫോം നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും മുൻതൂക്കം മുംബൈ ഇന്ത്യൻസിനാണ്. ഇപ്പോൾ ഇവർ തമ്മിൽ നടന്ന ഒരു റിവേഴ്സ് ഫിക്സ്ചറിലാണ് മുംബൈയുടെ സമയം തെളിഞ്ഞത്. ആ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു. എന്നാൽ തുടർച്ചയായ റണ്ണൌട്ടുകൾ വന്നിട്ട് ആ ഒരു അവസാന ഓവറുകളിൽ മുംബൈ ഇന്ത്യൻസ് വിജയം പിടിച്ചെടുത്തു. പിന്നീട് അങ്ങോട്ട് വീണ്ടും തുടർച്ചയായ 5 ജയങ്ങൾ. അതിനുശേഷം GTക്കെതിരെ ആ ഒരു റെയിൻ കട്ടൈൽഡ് മാച്ചിലാണ് വീണ്ടും മുംബൈ ഇന്ത്യൻസ് പരാജയം പറഞ്ഞത്. അപ്പോൾ അതുവരെ ഒരു അപരാജിത കുതിപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും പോയിന്റ് ടേബിളിന്റെ അവസാന സ്ഥാനത്ത് നിന്ന് അവർക്ക് മുന്നിലേക്ക് വരാനായി. എന്നാൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്കൊരു സ്വപ്നതുല്യമായ തുടക്കമാണ് ലഭിച്ചത്. ആദ്യത്തെ 4 മത്സരങ്ങളും ജയിച്ചു. അവർ ആദ്യമായി ഈ സീസണിൽ പരാജയപ്പെട്ടത് മുംബൈ ഇന്ത്യൻസിന് മുന്നിലാണ്. അപ്പോൾ ആ ഒരു റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ എന്നൊക്കെ നമുക്ക് ഇവരുടെ ഒരു റിവേഴ്സ് ഫിക്സറിനെ വിശേഷിപ്പിക്കാനാവും. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ അന്ന് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ സംഭവിച്ചതുപോലെ ഒരു റിവേഴ്സൽ ഉണ്ടാവുമോ? എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഇനി പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുംബൈ ഇന്ത്യൻസിന് അങ്ങനെ വറി ചെയ്യാനൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരം GTയോട് പരാജയപ്പെട്ടുവെങ്കിലും അത് അവസാന പന്ത് വരെ ഒരു ആവേശം നിറഞ്ഞുനിന്ന മത്സരമായിരുന്നു. ഒരു ഘട്ടത്തിൽ DLS വെച്ചിട്ട് മുംബൈ ഇന്ത്യൻസ് മുന്നിലായിരുന്നു. എന്നാൽ പിന്നീട് ദീപക് ചഹാറിന്റെ ഓവറിൽ കളി കൈവിട്ടു പോവുകയാണ് ചെയ്തത്. മുംബൈ ഇന്ത്യൻസ് താരതമ്യേന ചെറിയൊരു ടോട്ടൽ പോസ്റ്റ് ചെയ്ത മത്സരം പോലും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിരുന്നു. അപ്പോൾ അവരുടെ ടീമിൽ അങ്ങനെ ഫോമിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബാറ്റിംഗ് സൈഡ് നോക്കിയാൽ എല്ലാവരിൽ നിന്നും കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അതിൽ തന്നെ സൂര്യകുമാർ യാദവ് ആണ് അവരുടെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത്. ഇതേവരെ നടന്ന മത്സരങ്ങളിലെല്ലാം മിനിമം 25 റൺസെങ്കിലും സ്കോർ ചെയ്യാൻ സൂര്യക്ക് കഴിഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ രോഹിത് ശർമ്മയിൽ നിന്ന് കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. അതുപോലെ റിക്കിൾട്ടണിൽ നിന്ന് കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഇനി വിൽ ജാക്സ് ആയാലും ഹാർദിക് പാണ്ഡ്യ ആയാലും നമാന്തിർ ആയാലും തിലക് വർമ്മ ആയാലും അവരുടെ പല സ്റ്റേജസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫാസ്റ്റ് ബോളിംഗ് തന്നെയാണ് അവർക്ക് കരുത്ത്. ഇപ്പോൾ ബുംറയുണ്ട്, ബോൾട്ട് ഉണ്ട്, ദീപക് ചഹാർ ഉണ്ട്, കോർബിൻ ബോഷ് ഉണ്ട്. ഇതിൽ ദീപക് ചഹാർ മാത്രമാണ് ഒരു ഇൻകൺസിസ്റ്റന്റ് ഫോം കാണിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ ദീപക് ചഹാറിന് ആ ഒരു ഫൈനൽ ഓവറിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയും കുറച്ച് എക്സ്പെൻസീവ് ആയി. എങ്കിലും ഇൻ ടോട്ടൽ നോക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യ നല്ല രീതിയിൽ തന്നെയാണ് ഡെലിവർ ചെയ്യുന്നത്. പിന്നെ സ്പിൻ ഓപ്ഷൻ ഇവർക്ക് കാര്യമായിട്ടില്ല. ഇപ്പോൾ മിച്ചൽ സാനറും കരൺ ശർമ്മയാണുള്ളത്. മിച്ചൽ സാനർ ഇടയ്ക്ക് ഇഞ്ചുറി മൂലം കളിച്ചിരുന്നില്ല. ഇപ്പോൾ കരൺ ശർമ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ട് അവർക്ക് വേണ്ട ബ്രേക്ക് ത്രൂസ് പ്രൊവൈഡ് ചെയ്യാൻ കരൺ ശർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു പാർട്ട് ടൈം ഓപ്ഷനായി വിൽ ജാക്സും അവർക്ക് ബോൾ കൊണ്ട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് നോക്കിയാൽ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹിയുടെ ആ ഒരു മുന്നിലുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഒരു കുറച്ച് വലിയ ടാസ്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഫോമില്ലാത്തൊരു ടീമിനെ വെച്ചിട്ട് മുംബൈയെ അവരുടെ മണ്ണിൽ പിടിച്ചു കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പൊ നമ്മൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇങ്ങനെ ഓരോ നെഗറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫോമില്ലായ്മ, സ്ട്രഗിൾ ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പോയിന്റ് എടുത്ത് പറയാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഇന്ത്യൻ കോർ ഉണ്ട്, നല്ല മാച്ച് വിന്നേഴ്സ് ഉള്ളൊരു ടീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡൽഹി ക്യാപിറ്റൽസിന് ഒരുമിച്ച് അവരുടെ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും അവരുടെ പ്രിവ്യൂ വീഡിയോയിലായാലും മാച്ച് റിവ്യൂ വീഡിയോയിലായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ തുടക്കത്തിൽ ആ ഒരു ഫോം ഇവർക്ക് പിന്നീട് നിലനിർത്താൻ സാധിച്ചില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ KL രാഹുൽ ഒരു എക്സലന്റ് ഇന്നിംഗ്സ് കളിച്ചു. ഒരു 199ൽ 112 റൺസും രാഹുലാണ് എടുത്തത്. പക്ഷെ എങ്കിലും അവസാനം അത് പോരാതെ വന്നു. അത്രയും അനായാസമായിട്ടാണ് GT ആ സ്കോർ ചേസ് ചെയ്ത്. ബോളിംഗിൽ മിച്ചൽ സ്റ്റാർക്ക് ഇല്ല, ആ ഒരു അഭാവം നമ്മൾ തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. ഇപ്പോൾ ബാറ്റിംഗിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡുപ്ലസി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പോരലിന് കിട്ടുന്ന സ്റ്റാർട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നുള്ളത് സ്റ്റബ്സ് ആണ്. സ്റ്റബ്സ് അത്യാവശ്യം ഫോമിലുള്ള പ്ലെയർ ആണ്. അതുപോലെ തന്നെ അശോക് ശർമ്മയും പല സ്റ്റേജസിലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻ ടോട്ടൽ അവർ ആ ഒരു മുംബൈയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ബാറ്റിംഗ് സ്ട്രഗിൾസ് ഉള്ളൊരു ടീമാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ആ ഒരു പിച്ചിൽ 199 അല്ല എടുക്കേണ്ടത്. ഇപ്പോൾ പവർ പ്ലേയിൽ അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ മിനിമം ഒരു 15 റൺസെങ്കിലും അവർ ഷോർട്ടായി എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡൽഹിയുടെ ബാറ്റിങ്ങിന്റെ കാര്യങ്ങൾ. ബോളിങ്ങിന്റെ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം, സ്റ്റാർക്ക് ഇല്ല. പിന്നീട് അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ബോളർ എന്ന് പറയുന്നത് കുൽദീപ് യാദവ് ആണ്. ഈ സീസണിൽ 12 വിക്കറ്റുകളാണ് കുൽദീപ് എടുത്തിട്ടുള്ളത്.
കഴിഞ്ഞ 4 മത്സരങ്ങളിൽ വിക്കറ്റ് എടുക്കാൻ കുൽദീപിന് സാധിച്ചിട്ടില്ല. അപ്പോൾ മിഡിൽ ഓവേഴ്സിൽ ഇവർക്ക് വേണ്ടി എതിർ ടീമിനെ ആ ഒരു റെസ്ട്രിക്ട് ചെയ്യുന്നത് കുൽദീപ് യാദവ് ആണ്. അപ്പോൾ കുൽദീപ് യാദവ് ഇൻഎഫിഷ്യന്റ് ആകുമ്പോൾ ഇത് ഇക്കോണമി വൈസ് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിലായാലും നിർഭാഗ്യം കൊണ്ടാണ് നമ്മുടെ സായി സുദർശന്റെ വിക്കറ്റ് കിട്ടാഞ്ഞത്. പക്ഷെ എങ്കിലും ആ ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇവർ ബാക്ക് എൻഡിൽ നന്നായിട്ട് അടിവാങ്ങും. കാരണം അവരെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഒരു ഫാസ്റ്റ് ബോളിംഗ് സെറ്റപ്പ് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മിഡിൽ ഓവേഴ്സിൽ സ്ക്യൂസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നീടുള്ള അക്ഷർ പട്ടേലാണ്. വിപ്രസ് നിഗം ഒരു നല്ലൊരു ഫൈൻഡ് ആണെങ്കിലും ഇൻ ടോട്ടൽ ഇവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ മുംബൈ ഇന്ത്യൻസിന്റെ ഫോമുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ തന്നെ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിക്കണമെങ്കിൽ അവരൊരു ഒരു ടീം ഗെയിം, ഒരു പ്രോപ്പർ പെർഫെക്റ്റ് ടീം ഗെയിം വന്നു കഴിഞ്ഞാൽ മാത്രമേ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്താൻ സാധിക്കൂ. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ GT ആയിട്ട് വാങ്കഡയിൽ നടന്ന മത്സരം നമ്മൾ കണ്ടതാണ്. പലതവണ മഴ കളി തടസ്സപ്പെടുത്തി. അപ്പോൾ ഒരു ഘട്ടത്തിൽ GT ആയിരുന്നു മുന്നിൽ, പിന്നെ ഒരു ഘട്ടത്തിൽ DLSൽ മുംബൈ മുന്നിൽ വന്നു. എന്നിട്ട് അവസാനം മുംബൈ തോൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുപോലെ ഒരു റെയിൻ കർട്ടൈൽഡ് മാച്ചിന് സാധ്യതയുണ്ട്. അപ്പോൾ മഴ എന്നൊരു ഫാക്ടറിനെ നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും മഴ ഒരു ഡിസിസീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആവരുതേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ ഒക്ടെയിൻ ക്ലാഷ് ആണ്. വേക്കന്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു പ്ലേ ഓഫ് സ്പോട്ട് അത് ഫില്ല് ചെയ്യുന്നതിൽ നിർണായകമാവുന്ന ഒരു മത്സരമാണിത്. അതുകൊണ്ട് തന്നെ മഴ ഒരു രസംകൊല്ലി ആവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മത്സരം വാങ്കഡയിലാണ്, ഷോർട്ട് ബൗണ്ടറീസ് ആണ്. അതുകൊണ്ട് തന്നെ ടോസ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നമ്മൾ ചിന്നസ്വാമിയിൽ പറയുന്നത് പോലെയാണ് വാങ്കഡയിലും, അതായത് ടോസ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ടോസ് നേടുന്ന ക്യാപ്റ്റൻ എന്തായാലും ചേസ് ചെയ്യാൻ തന്നെയായിരിക്കും തീരുമാനിക്കുക. പ്രത്യേകിച്ച് മഴ എന്നുള്ളൊരു ഫാക്ടർ കൂടി ഉള്ളപ്പോൾ ടോസ് കൂടുതൽ ക്രൂഷ്യലാവും. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് ടൂലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് സൈഡിൽ നിന്ന് വലിയ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ ഒരു റീസ്റ്റാർട്ട് വന്നപ്പോഴായാലും അവർക്ക് കാര്യമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും ടീമിൽ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ പ്ലേ ഓഫിലേക്ക് കടക്കുമ്പോഴായിരിക്കും അവർക്ക് ഇവരുടെ ടീമിൽ നിന്ന് താരങ്ങൾ പോവുക. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി അവർ റീപ്ലേസ്മെന്റ് നെയിം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വിൽ ജാക്സ്, റിക്കിൾട്ടൺ, അതുപോലെ കോർബിൻ ബോഷ് കാണില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അവർ ഓൾറെഡി ഇപ്പോൾ ജോണി ബേസ്റ്റോ, ചരിത് അസലങ്ക, റിച്ചാർഡ് ലീസൺ എന്നീ താരങ്ങളുടെ പേരുകൾ അവർ പുറത്തു വിട്ട് കഴിഞ്ഞു. അതായത് റീപ്ലേസ്മെന്റ്സിന്റെ പേരുകൾ. അപ്പോൾ എന്തായാലും പ്ലേ ഓഫ് വരെ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അറിയാലോ, പിന്നെ ഫോമിലുള്ള ടീമാണ്. അപ്പം വലിയ ചേഞ്ചസിന്റെയും കാര്യമില്ല അവിടെ. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ജഗിൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ലഭ്യമല്ല. ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ മുസ്തഫിസുർ വന്നിട്ട് ഇപ്പോൾ ഇന്റർനാഷണൽ ഡ്യൂട്ടി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വീണ്ടും കളിക്കുകയാണ് ചെയ്തത്. ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സ്റ്റേജിൽ കൂടുതലായിട്ട് അങ്ങോട്ട് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഡെപ്ത് ഇവർക്കില്ല. ഇനി ഇപ്പോൾ സൈഡ് ലൈൻസിലുള്ളത് ഒന്ന് കരുൺ നായരും മുകേഷ് കുമാറുമാണ്. അവർക്ക് ഇനി ചാൻസ് കൊടുക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. മുംബൈ ഇന്ത്യൻസിൽ നിന്ന് സൂര്യകുമാർ യാദവ്. സൂര്യ നമുക്കറിയാലോ, ഈ സീസണിൽ നല്ല സ്റ്റെല്ലാർ ഫോമിലുള്ള പ്ലെയർ ആണ്. ഇതേവരെ നടന്ന മത്സരങ്ങളിലെല്ലാം മിനിമം 25 റൺസ് സ്കോർ ചെയ്തു. അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ സ്പിന്നെതിരെ നല്ല രീതിയിലാണ് നമ്മുടെ സൂര്യകുമാർ യാദവ് കളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡൽഹി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റി സ്പിന്നേഴ്സ് ഉണ്ട്. കുൽദീപ് യാദവ്, അക്ഷർ പട്ടേൽ, അതുപോലെ തന്നെ വിപ്രസ് നിഗം. ഇതിൽ അക്ഷർ പട്ടേലിന് ഇവർക്കെതിരെ, ഇപ്പോൾ സൂര്യക്കെതിരെ ആയാലും അതുപോലെ തന്നെ രോഹിത് ശർമ്മയ്ക്കെതിരെ ആയാലും നല്ലൊരു റെക്കോർഡാണുള്ളത്. അപ്പോൾ ഈ മിഡിൽ ഓവേഴ്സിൽ സൂര്യ എങ്ങനെയായിരിക്കും നമ്മുടെ DCയുടെ സ്പിന്നേഴ്സിനെ നേരിടുക എന്നത് നമ്മുടെ മാച്ച് റിസൾട്ടിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു മിനി കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ അതെങ്ങനെ വരും എന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ സൈഡിൽ നിന്ന് അക്ഷർ പട്ടേൽ. അതിനുള്ള ഒരു റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ സൂര്യക്കെതിരെ ആയാലും രോഹിത് ശർമ്മയ്ക്കെതിരെ ആയാലും നല്ല റെക്കോർഡുള്ള ബോളറാണ് അക്ഷർ പട്ടേൽ. അതുപോലെ തന്നെ ഈ സീസണിൽ മിഡിൽ ഓവേഴ്സിൽ നന്നായിട്ട് നല്ല സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാനും അക്ഷർ പട്ടേലിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിർണായകമായ ഒരു മത്സരത്തിൽ ക്യാപ്റ്റൻ കൂടിയ അക്ഷർ പട്ടേൽ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? മുംബൈ ഇന്ത്യൻസോ അതോ ഡൽഹി ക്യാപിറ്റൽസോ? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.